ആഹാ, എന്താ ഒരു ലുക്കൊന്ന് നോക്കിക്കേ. ഹലോ, ഹെഡ്മിയിലിടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, വെണ്ടയ്ക്ക കൊണ്ട് നല്ലൊരു മസാലയാണ്. ഇതിൻ്റെ മറ്റൊരു രീതിയിലുള്ള റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇത്. അതിൽ നിന്നും ഇത്തിരി വ്യത്യസ്തമാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കിടിലൻ മസാലയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ ലൈക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പൊ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ, സൺഫ്ലവർ, ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാമേ. നമുക്ക് ഈ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ് ഫ്രൈ അല്ല, ഇത്ര എണ്ണ മതി, ഒരു 3 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതൊരു 300 ഗ്രാമോളം വെണ്ടയ്ക്കയുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് കളറ് മാറി ഒന്ന് വാടി വന്നാൽ മതിയേ. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, നമ്മൾ വെണ്ടയ്ക്ക കറി വെക്കുമ്പോഴുണ്ടല്ലോ, ആ വെണ്ടയ്ക്ക കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. വെണ്ടയ്ക്ക എടുക്കുമ്പോൾ അധികം മുറ്റാത്ത നല്ല വെണ്ടയ്ക്ക നോക്കി എടുക്കണം. അധികം വലിപ്പം ഇല്ലാത്തതും നോക്കിയെടുക്കണം. എനിക്ക് ഇടയ്ക്കൊക്കെ ഇച്ചിരി വലിപ്പമുള്ളതൊക്കെ ഉണ്ട്. ഇപ്പം ഏകദേശം ഒന്ന് കളറ് മാറി ഫ്രൈ ആയി. ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കണ്ട. ഇനി നമുക്കിത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിൽ ഇത്ര ഓയിൽ ബാക്കിയുണ്ട്. അതിലേക്ക് കുറച്ചുകൂടി ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് തീ ഏറ്റവും കുറച്ചിട്ട ശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്. തീ ഏറ്റവും കുറച്ചിടാൻ പറഞ്ഞത് ഈ കുറഞ്ഞ തീക്കകത്ത് കിടന്ന് ഇതിന്റെ ഗുണങ്ങൾ ഇറങ്ങണേ. അല്ലാതെ തീ കൂട്ടിയിട്ടാൽ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും കരിഞ്ഞു പോകത്തതേ ഉള്ളൂ. ഇതാ വെണ്ടയ്ക്കയുടെയാണ് ഇങ്ങനെ പതയുന്നത് ആ എണ്ണ. അപ്പൊ കുറഞ്ഞ തീയിൽ കിടന്ന് ഇതിങ്ങനെ മൂത്ത് വരണം. എങ്കിലേ ആ എണ്ണയ്ക്കകത്തൊക്കെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒരു ഫ്ലേവർ ഇറങ്ങത്തുള്ളൂ. അപ്പൊ അതാ നന്നായിട്ട് മൂത്ത് നല്ല മണം വരുന്നുണ്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് സവാള. ഞാൻ മീഡിയം സൈസ് 2 സവാളയാണ് എടുത്തേക്കുന്നത്. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നോർത്ത് ഇന്ത്യൻസ് ഇതിൽ മല്ലിയിലയാണ് ഇടുന്നത്. ഞാൻ മല്ലിയില അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ രീതിയിലേക്കാക്കാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം. ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വയലട്ടെ. ഇപ്പോൾ സവാള നന്നായിട്ട് കണ്ടോ, ബ്രൗൺ കളറായി നന്നായിട്ട് വഴണ്ടു. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, 1.5 ടീസ്പൂൺ. ഇതാണ് സ്പൂൺ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമ്മുടെ എരി അനുസരിച്ച് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് മൂത്തു കണ്ടോ ആ കളറ്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ തക്കാളി വേവാനായിട്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒരു 1-2 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. തക്കാളി നന്നായിട്ട് വെന്തൊന്ന് ഉടയണം. ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് തക്കാളി വെന്ത് ഉടയാറായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്, ഉടയ്ക്കാത്ത തൈര. തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് എടുക്കണം. ഞാൻ ഈ സ്പൂണിന് 3 സ്പൂൺ തൈര എടുത്തേ. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. തൈര് ഒഴിച്ചേച്ച് തീ കുറച്ചാണ് ഇട്ടേക്കുന്നത്. സാധാരണ നമ്മൾ പറയുന്നത് തൈര് ഒഴിച്ചേച്ച് ചൂടാക്കരുത്, തൈര് തിളപ്പിക്കരുത് എന്നൊക്കെയാണ്. പക്ഷെ നോർത്ത് ഇന്ത്യൻസിന്റെ പല ഫുഡുകളും തൈര് ഒഴിച്ച ശേഷം നന്നായിട്ടല്ലേ, മോരൊഴിച്ച ശേഷം നന്നായിട്ട് തിളപ്പിച്ചാണ് അവർ ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യൻസിന്റെ തന്നെ ഒരു ഫേമസ് ഡിഷാണ് ദഹി കടി. അപ്പോൾ അതൊക്കെ തൈര് നന്നായിട്ട് അവർ തിളപ്പിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് ചേച്ചി പ്ലാസ്റ്റിക്കിന്റെ തവിയല്ലേ ഇങ്ങനെ ഇടലേന്ന് വെച്ചാൽ ഇത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ, സിലിക്കോൺ ആണേ. തൈര് ഒഴിച്ച ശേഷം നന്നായിട്ട് ചെറു തീയിലിട്ട് നന്നായിട്ട് ഇളക്കണം. എങ്കിലേ അതുമായിട്ട് നന്നായിട്ട് മിക്സ് ആവത്തുള്ളൂ. തൈര് ഇട്ട ശേഷം പിരിഞ്ഞു പോവാതെ ഇരിക്കത്തുള്ളൂ. ഈ മസാലയുമായിട്ട് അത് മിക്സ് ആവണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് പിരിയില്ല. ഇപ്പൊ നല്ലൊരു തിള വന്നു. ഇനി നമുക്കിതിലേക്ക് ആ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പൊക്കെ നോക്കിയ ശേഷം ഇട്ട് കൊടുക്കണേ.
ഇനി തീ തീരെ കുറച്ച ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് ആ മസാലയുമായിട്ട് നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് പിടിച്ച് റെഡിയാവട്ടെ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ആഹാ, എന്താ ഒരു ലുക്കെന്ന് നോക്കിക്കേ. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് എണ്ണയും തെളിഞ്ഞു. ഇതാണ് പരുവം. നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൊമാറ്റോ വേവാനായിട്ട് വെള്ളം ഒഴിച്ചില്ലേ, അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് അധികം ഗ്രേവി വേണ്ട, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഞാൻ ഇനി ഇതിൽ ഒന്നും ചേർക്കുന്നില്ല. ഓവറായിട്ട് എരിയില്ല, ഒന്നുമില്ല. അപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ആദ്യം എണ്ണ ഒഴിച്ചിട്ട്, അതായത് സവാള വഴറ്റുന്നതിന് മുമ്പ് ജീരകം ചേർക്കാറുണ്ട്. പക്ഷേ നമ്മൾ മലയാളികളിൽ പലർക്കും ജീരകം ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ജീരകം അവോയ്ഡ് ചെയ്തത്. കാരണം പല കറികളിലും ഞാൻ ജീരകം ഇടുമ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ബെൻസി ജീരകം മസ്റ്റ് ആണോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർക്കാൻ. എനിക്കിഷ്ടമാണ് ജീരകം ചേർക്കുന്നത്. ഞാൻ ജീരകം ചേർത്തുണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജീരകം ചേർക്കണമെന്നുണ്ടെങ്കിൽ ജീരകം ഇട്ട് കടുകല്ല നമ്മൾ പൊട്ടിക്കുന്നത്, ജീരകം ഇട്ട് പൊട്ടിയ ശേഷം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് മൂപ്പിച്ച് സവാളയൊക്കെ മൂപ്പിച്ച് ബാക്കി ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിഡിലൻ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.